ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൽക്കാലം ഞാനതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വരട്ടെ, നമുക്ക് നോക്കാം. എന്തുകൊണ്ടും ജെആറിന്റെ സമയം കൊള്ളാമെന്ന് തോന്നുന്നു. അല്ലയോ ഉത്തര? എനിക്ക് സംശയമൊന്നുമില്ല. ഇത്രയും കണ്ണിങ് ആയ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ പോയി ഡ്രസ് ഒന്ന് മാറ്റട്ടെ. ഒരിക്കലും അമ്മയും അച്ഛനും നിന്നെ കൈവിടില്ല മോളെ. ജീവന്റെ മുൻപില് അമ്മ നിന്നെ തോൽപ്പിക്കില്ല. ആൻറ്റി, നിങ്ങൾ തോന്നുള്ളൂ, ഞാൻ വഴിപാടിനുള്ള രസീതാക്കിയിട്ട് വരാം. ശരി. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ലമ്മേ, നടയിൽ വന്നു നിന്നപ്പോ എല്ലാം ഒന്ന് ഓർത്തുപോയി. കരയാൻ വേണ്ടിയല്ല, അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ഒന്നുമില്ല. ഉണ്ട്. എല്ലാത്തിനും നീയാണ് കാരണക്കാരനെന്നൊരു കുറ്റബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതങ്ങ് മാറ്റിവെച്ചേക്കാം. ആൻറ്റി, രക്ഷപ്പെടാനാവാത്തൊരു കുഴിയില് ഞാനിപ്പോ കിടക്കുന്നത്. എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും മുതലിറക്കിയ അത് നഷ്ടപ്പെടും. ആൻറ്റി, ഇങ്ങതാ. ഈ തോന്നലും പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ രഘുവേട്ടന്റെ ഒരു വെളിയില്, ഒരു തീരുമാനത്തിൽ അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി. ഇപ്പൊ മനസ്സിലെന്താന്നറിയോ? എല്ലാവരെയും നേരിട്ട് നിന്ന് തോൽപ്പിക്കണമെന്നൊരു തോന്നല. നീയും ആ ചിന്തയിലേക്ക് തന്നെ എത്തണം. ഞാൻ ശ്രമിക്കാം ആൻറ്റി. പ്രസാദം വാങ്ങിച്ചിട്ട് മടങ്ങിയാൽ മതി. നമുക്ക് തൽക്കാലം അവിടെ ചെന്നിരിക്കാം. ജെആർ, ഹരിയും കൂട്ടരും നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ള കടത്തിന്റെ തിരിച്ചടവിനെ കുറിച്ച് കൃത്യമായൊരു ഉത്തരം നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു.
ഉത്തരം ഇതിലുണ്ട് സ്വാമി. കടം പിടിച്ചെടുക്കുന്ന രീതി. ഉം. ഗുഡ്. ജെആറിന്റെ പരിഹാരം പുതിയൊരു കെണിയാണല്ലോ. ഇതെവിടുന്നാ ഇത്രയും ബുദ്ധി കിട്ടുന്നത്? അന്തരീക്ഷത്തിലുണ്ട് ഉത്തര. നമുക്കെല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. സ്വാമി, അതിനുള്ള മാർഗങ്ങൾ എന്താന്ന് വെച്ചാ അത് നോക്കിക്കോ. ഓ ശരി സാർ. ജെആർ, സത്യത്തിൽ ജെആറിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. ജെആറിന് വേണ്ടി ചിലതൊക്കെ സഹിക്കാൻ ഉത്തര തയ്യാറല്ലേ? ചോദിക്കാനുണ്ടോ? എന്റെ ജീവിതം ഞാൻ ജെആറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട് ജെആർ, അത് മനുവിനെ കുറിച്ചാണ്. എന്താ? മനു ഇപ്പോഴൊരു പുനരധിവാസ പരിപാടിയുടെ ലീഡർഷിപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എന്താരോപണം? എന്തോ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടാണ്. നോ, മനു അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഒരു ടോക്കുണ്ട്. 1-2 മീഡിയാസിലൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുമുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാവുമ്പോ വാർത്ത പെട്ടെന്ന് കത്തിപ്പടരും. നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എല്ലാം വളച്ചെടുത്ത് കയ്യിലാക്കുന്ന ജെആർ ഇതിലിടപെട്ടിട്ടുണ്ടോ? ഏയ് നോ. സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ക്രിയേറ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. അപ്പോ മനുവിന്റെ ഇഷ്യൂ ഉപയോഗിക്കാം. ഉത്തര, തൽക്കാലം ഞാനതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വരട്ടെ, നമുക്ക് നോക്കാം. എന്തുകൊണ്ടും ജെആറിന്റെ സമയം കൊള്ളാമെന്ന് തോന്നുന്നു, അല്ലേ ഉത്തര? എനിക്ക് സംശയമൊന്നുമില്ല. ഇത്രയും കണ്ണിങ് ആയ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. താങ്ക് യു. മധുര നൊമ്പരക്കാറ്റ്